നമസ്കാരം. അമേരിക്കയുടെ 16ാമത് പ്രസിഡന്റായിരുന്ന ഏബ്രഹാം ലിങ്കൺ സ്വന്തം രാജ്യത്തിനും അതുവഴി ലോകത്തിനും കാട്ടിക്കൊടുത്ത ഒരു മാതൃകയുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റായപ്പോൾ തൻ്റെ ഏറ്റവും കടുത്ത വിമർശകനായിരുന്ന എഡ്വിൻ സ്റ്റാൻറ്റനെയാണ് ലിങ്കൺ തൻ്റെ പ്രതിരോധ സെക്രട്ടറിയായി നിയമിച്ചത്. ഒരു ശത്രുവിനെ തന്ത്രപ്രധാനമായൊരു പദവിയിൽ നിയമിച്ചത് വിഡ്ഢിത്തമല്ലേ എന്ന് സഹപ്രവർത്തകർ സംശയിച്ചപ്പോൾ ലിങ്കൺ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം, അദ്ദേഹത്തെ എനിക്കും ഇഷ്ടമല്ല. പക്ഷേ ഈ ജോലി ചെയ്യാൻ അദ്ദേഹത്തെക്കാൾ സമർത്ഥനായ ഒരാളെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാമോ? എതിരാളികളെ അംഗീകരിക്കുന്നതിൽ ഏബ്രഹാം ലിങ്കൻ്റെ പാത പിന്തുടർന്നിരുന്ന ആളാണ് നെൽസൺ മണ്ടേലയും. ദക്ഷിണാഫ്രിക്കയിലെ ആദ്യത്തെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പിൽ മണ്ടേലയുടെ മുഖ്യ എതിരാളിയായിരുന്നു മാംഗോസുധു ബുത്തലേസി. പാർലമെന്റിൽ വെറും 7% മാത്രം താഴെ പ്രാതിനിധ്യമുള്ള പ്രതിപക്ഷ കക്ഷിയുടെ നേതാവായിരുന്നു ബുത്തലേസി. എന്നിട്ടും രാജ്യത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രസിഡന്റ് നെൽസൺ മണ്ടേല ബുത്തലേസിയെ തൻ്റെ ആദ്യ മന്ത്രിസഭയിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി നിയമിച്ചു. അക്കാലത്തൊരിക്കൽ മണ്ടേലയും വൈസ് പ്രസിഡന്റ് താബോ എംബക്കിയും വിദേശ പര്യടനത്തിന് പോയപ്പോൾ ബുത്തലേസിയെയാണ് വൈസ് പ്രസിഡന്റായി മണ്ടേല നിയമിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പിതൃത്വത്തെ ചൊല്ലി നടക്കുന്ന കോലാഹലങ്ങളും വേവലാതികളും ആവലാതികളും കണ്ടപ്പോഴാണ് ഏബ്രഹാം ലിങ്കണെയും മണ്ടേലയുമൊക്കെ ഓർത്തുപോയത്. നമ്മുടെ നേതാക്കൾക്ക് പരസ്പരം എന്തൊരു ഭയമാണ്. സംസ്ഥാനത്ത് ഏതൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോഴും ആ നേട്ടം മറ്റുള്ളവർക്ക് കൂടി സ്വന്തമാണ് എന്ന് വിനയത്തോടെ വിളംബരം ചെയ്യുന്നതാണ് പാർട്ടി ഏതായാലും മുന്നണി ഏതായാലും നേതാക്കളുടെ അന്തസ്സ് ഉയർത്തുന്നത്. അത് വിഴിഞ്ഞം തുറമുഖമായാലും മെട്രോയായാലും വിമാനത്താവളമായാലും സ്റ്റേഡിയമായാലും ആറുവരി പാതയായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അത്തരത്തിൽ അന്തസ്സ് കാട്ടുന്ന നേതാക്കളുടെ വ്യക്തിത്വം കാലം എത്ര പോയാലും അണികൾക്കിടയിലും സാമാന്യ ജനത്തിനിടയിലും വാനോളം ഉയർന്നു നിൽക്കും. വിഴിഞ്ഞത്ത് ഓരോ കപ്പലടുക്കുമ്പോഴും ആ മഹത്വം തലമുറകൾ വാഴ്ത്തിപ്പാടും. മുന്നണികൾ മാറി മാറി അധികാരം പങ്കിട്ട കേരളത്തിൽ 1991 തുടക്കം കുറിച്ച ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ അത് തങ്ങളുടെ നേട്ടം മാത്രമാണ് എന്ന് അവകാശപ്പെടുന്നിടത്താണ് അപകടം പതിയിരിക്കുന്നത്. അവിടെയാണ് മമ്മൂഞ്ഞിത്തം അടയിരിക്കുന്നത്. ഒരാളെ അംഗീകരിക്കുമ്പോൾ അംഗീകരിക്കുന്നയാളുടെയും അംഗീകരിക്കപ്പെടുന്നയാളുടെയും മഹത്വം ഒരുപോലെയാണ് വളരുന്നത് എന്ന നേതൃത്വത്തിൻ്റെ ബാലപാഠം പോലും നമ്മുടെ നേതാക്കളും പാർട്ടികളും അണികളുമൊക്കെ മറക്കുന്നത് എന്തുകൊണ്ടാണ്? അഴീക്കോട് മാഷ് പറഞ്ഞു കേട്ട ഒരു സംഭവമുണ്ട്. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന AK ഗോപാലൻ എന്ന എല്ലാവരുടെയും AKG ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന കാലം. കോൺഗ്രസ് നേതാവായിരുന്ന KA ദാമോദര മേനോൻ ഒരു ദിവസം ഡൽഹിക്ക് പോകാനായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തി. ഈ സമയം ഡൽഹിയിൽ നിന്നെത്തിയ AKG വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരികയാണ്. AKGയെ കണ്ടയുടനെ ദാമോദര മേനോൻ കൂടെയുണ്ടായിരുന്ന മകനോട് പറഞ്ഞു, ദേ ഗോപാലമാമൻ വരുന്നു, കാൽക്കൽ വീണ് നമസ്കരിക്കൂ. അവൻ AKGയുടെ കാൽ തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങി. പിന്നീട് AKG വീട്ടിലേക്കും ദാമോദര മേനോനും മകനും ഡൽഹിക്കും പോയി. ഇക്കാലത്ത് ഇങ്ങനെ കാൽ തൊട്ട് വന്നിക്കാവുന്ന നേതാക്കളും അതിന് പ്രേരിപ്പിക്കുന്ന നേതാക്കളും ഉണ്ടോ എന്നത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. എങ്കിലും അത്തരം കാലത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും നാടുകൂടിയാണ് കേരളം എന്ന് ഇപ്പോൾ നാടിനെ നയിക്കുന്നവരും നാളെ നയിക്കാനിരിക്കുന്നവരുമൊക്കെ ഊണിലും ഉറക്കത്തിലും ഉദ്ഘാടനത്തിലും ഓർക്കേണ്ടതാണ്.